ഇപ്പം നമ്മുടെ എപ്പിസോഡിന്റെ ഇടയിൽ ഒരു ബ്രേക്കിൽ ഞാൻ സീമ ചേച്ചിയോട് പറയായിരുന്നു, നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പം ശേഷ് സാറിനെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പലരെ പറ്റിയൊക്കെ പറയുമ്പം എത്ര നേരം വേണേലും സംസാരിക്കാൻ മാത്രമുള്ള ഒരു ജീവിതമാണ് ജീവിച്ചു തീർത്തിട്ടുള്ളത്. അവരെത്ര നാളെ ജീവിച്ചോ അത്രയും നാൾ തന്നെ നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാനാകും. അത്രയും സിനിമകൾ, അത്രയും സിനിമയ്ക്ക് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസ്, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുക. ഒരു ചലച്ചിത്രം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സിനിമയെ പാഷനായി കൊണ്ട് നടക്കുന്നവർക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളും ഞങ്ങൾക്ക് സിനിമയാണ് ആഗ്രഹം, സിനിമയിലെത്തുക എന്നുള്ളതാണ് ആഗ്രഹം, സിനിമാക്കാരനാവണം എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്ന പല ആൾക്കാരും ചിലരെങ്കിലുമെല്ലാം സിനിമയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് സിനിമയിൽ നിന്ന് കിട്ടുന്നതിനെയാണ്. ഇതിൻ്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗെയർ പ്ലെയർ എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രശസ്തി, ഇതിൻ്റെ ഒരു പണം, ഇതിൻ്റെ ജനങ്ങളെ തിരിച്ചറിയുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്. അതായത് ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് പറയുന്നത് മദ്യത്തിനല്ല അടിമപ്പെടുന്നത്, അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്. ഇതേ റിസൾട്ട് വേറൊരു സാധനത്തിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നാൽ ഇവരെ പോലുള്ള ആളുകൾ ജീവിതത്തിൻ്റെ ഒരു ഭൂരിപക്ഷ സമയം ക്യാമറയ്ക്ക് പിന്നിൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളവരാണ്. അല്ലെ സീമ ചേച്ചിയൊക്കെ ഒപ്പമുള്ള സമയങ്ങളിൽ ആലോചിച്ച് നോക്കിയാൽ വീട്ടിൽ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ. സീമ ചേച്ചി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സിനിമ ചെയ്താൽ ഇടയ്ക്ക് കുറേ നാൾ നിർത്തിയില്ല അഭിനയം, അതോ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീമ ചേച്ചിക്ക്? ഇല്ല, ഒരു 10 കൊല്ലം നിർത്തിയിരുന്നു. മോൻ ജനിച്ചിട്ട് പിന്നീട് വന്നത് ഐ തിങ്ക് ഇതാണ് ഒളിമ്പ്യൻ അന്തോണിയാദത്തിലെ പ്രിൻസിപ്പലിന്റെ വേഷത്തിലാണ് വരുന്നത് അല്ലേ? അതെ. അപ്പൊ ആ ഗ്യാപ്പിലൊക്കെ ശശിധരന് തിരക്കുകളല്ലേ, വല്ലപ്പോഴും ഒക്കെ അല്ലേ വരുന്നുള്ളൂ വീട്ടിലും കാര്യങ്ങളിലും ഒക്കെ? അതെ, 6 മാസം നാട് 6 മാസം, വീട്ടിൽ 6 മാസം, അങ്ങനെ പോയാ പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്ന കുറവാണ്. അത്ര. ചന്ദ്രേട്ടനോ ഓർമ്മയിൽ? ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മിക്ക ദിവസവും AVM സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടും. ശശിധരൻ അവിടെ AVM അടിച്ചുകൊണ്ടാണ് ഞാൻ നീ എന്താ അവിടെ ചെയ്യുന്നത്, ശശിധരൻ വളരെ സ്പീഡിലേ സംസാരിക്കുള്ളൂ. ശശിധരൻ വെച്ചാൽ എല്ലാവരോടും വളരെ സ്നേഹമാണ്, എല്ലാവരോടും. ശശിധരൻ സംസാരിക്കുന്ന രീതി, എല്ലാവരെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, എന്നിട്ട് അതിങ്ങനെ ചെയ്യടാ നമ്മളെ ഉപദേശിക്കുകയും ചെയ്യും. ശശിധരന് അങ്ങനെ ഒരു മടിയില്ല, അപ്പോൾ കാര്യങ്ങൾ പറയാൻ ഒരു മടി, വളരെ മനസ്സിൻ്റെ ഉള്ളിൽ തുറന്നു പറയും, നീ പോടാ എന്നൊക്കെ പറയും. ഒരു മടി നമ്മുടെ ആൾക്കാർ കണ്ടിരിക്കുമ്പോൾ എന്താണ് സത്യത്തിൽ എൻ്റെ ഒരു എൽഡർ ബ്രദറിനെ പോലെ ഞാൻ ശശിധരനെ കാണാറ്. ശശിധരൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യാറില്ല, നീ പോടാ അതൊന്നും ചെയ്യണ്ട, പോടാ അവിടെ നിനക്ക് വേറെ പണി ചെയ്യാതെ പറയും. അപ്പോൾ ഞാൻ സീമയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സീമ അടുത്ത അതൊന്നും നമ്മളൊന്നും അയക്കാൻ പറ്റില്ല, പോടാ അങ്ങനെയൊക്കെ പറയും. പക്ഷേ സീമ കറക്റ്റായിട്ട് വരും. ശശിയേട്ടൻ പറയും ആ ഡേറ്റ് വിടാനൊന്നും പറ്റില്ലെന്ന് പറയും. നമ്മൾ ശശിയേട്ടാ എനിക്ക് നിവൃത്തിയില്ല പറയുമ്പോൾ അതൊന്നും പറ്റില്ല സ്പീഡിലേ പറയുള്ളൂ. പക്ഷേ എനിക്കറിയാം സീമ വന്നിരിക്കുന്നത്. സീമ എന്നിട്ട് അപ്പോഴും ശശി അവൾ എൻ്റെ കാര്യം പറയുമ്പോൾ അവൾ കറക്റ്റായി വരുന്നു. ഞങ്ങൾ അത്ര ഓരോ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ സിനിമയിൽ കണ്ടതാണെങ്കിലും എൻ്റെ വീട്ടിലൊരു സിസ്റ്ററെ പോലെയാണ് സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്, അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. അപ്പോൾ ശശിയേട്ടൻ പറയും, അവൾക്ക് എന്നെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാക്കാണെന്നൊക്കെ പറയും. ശശിയേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ ടെക്നോളജി ഒരുപാട് ഞാൻ ശശിയേട്ടനും പഠിച്ചു, അപ്പഴേ പറഞ്ഞ പോലെ മോഷ്ടിച്ചു എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ അത് പഠിപ്പിച്ചതെന്ന് ശശിയേട്ടൻ തന്നെയാണ്, അല്ലാതെ പറയാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് ഹീറോ ഇല്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ഈനാട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടം, അതായത് ഉത്സവം, അതാണ് പടം. അതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മുഖച്ഛായക്ക് ഒരു മാറ്റം വരുത്തിയ പടം. ന്യൂ ജനറൽ സിനിമയായിരുന്നു അന്നത്തെ. അതിൽ KP ഉമ്മർ അങ്ങനെ കുറച്ച് ആളുകളില്ലാതെ ആർട്ടിസ്റ്റ് ആരും ഇല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹീറോ കഥാപാത്രം ഇല്ല ഈ നാടില്. അതായത് ഒരു പോപ്പുലർ ഹീറോ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞ, കഥയ്ക്കുള്ളിൽ ഒരു ഹീറോ ഇല്ല. എല്ലാവർക്കും ഈക്വൽ ക്യാരക്ടർ, എല്ലാവരും കഥയാണ് ഈ നാട് എന്ന് പറയുന്ന, അതാണ് അതിന്റെ ഹീറോ. മേക്കിംഗ് സൈലന്റ് അത് അങ്ങനെയാണ്, അതിന്റെ പ്രത്യേകത. ക്രൗഡ് മാനേജ്മെന്റ് മേക്കിംഗ് ഒക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു സിനിമ വന്നത്, അത് 100 ദിവസം ഓടിയൊരു സിനിമയാണത്. ശരിക്കും മലയാള സിനിമയിൽ ഞാൻ എൻ്റെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ശശിധരന്റെ ഓർമ്മയിൽ ചലച്ചിത്ര അക്കാദമിയിലുണ്ട്, ശരിക്കും പഠിക്കേണ്ടതാണ്, സിനിമാ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു ഡയറക്ടറാണ് ശശിയേട്ടൻ. അത്രയുണ്ട്. കാരണം ചില സാധനങ്ങളൊക്കെ ഒരു സീനെ തന്നെ ഒരുപാട് ഷോട്ടുകൾ അതിനകത്ത് പുള്ളി ഭാവന ചെയ്തിട്ട് എടുത്തിട്ട് ഇരിക്കുന്നതാണ്. ഇപ്പം
അവനഴിയിലെല്ലാം വന്നിട്ട്, അല്ലെങ്കിൽ ഏത് സിനിമ പുള്ളി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷോട്ട് എടുക്കുന്നതിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു സിനിമേനെ അങ്ങനെ പണ്ട് ചെയ്തിരുന്ന പല സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഷോട്ട് എടുക്കില്ല. ഇവിടെ ട്രാക്ക് വേണമെന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ അവിടെ ട്രാക്ക് ഇട്ടിരിക്കണം. അത് ശശിയേട്ടൻ തന്നെ തള്ളും. അതാണ് അതിനകത്ത് ശശിയേട്ടൻ അതിന്റെ സ്പീഡ് അറിയാം. അത് ആ ട്രാക്കിന്റെ സ്പീഡ് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി പേസിംഗ് എന്ന് പറയുന്നത് സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ട്രാക്കിന്റെ മൂവ്മെന്റ് ആണ്. അത് ആ മൂവ്മെന്റ് കിട്ടാൻ ശശിയേട്ടൻ തള്ളും. അങ്ങനത്തെ ഒരു സീനാണെങ്കിൽ അത് ആ ട്രാക്ക് ശശിയേട്ടൻ അത് പിടിച്ചു തള്ളും. അല്ല, ശശിയേട്ടന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ശശിയേട്ടൻ ഒരു ഡയറക്ടറാണ്, ഒരു ക്യാമറമാൻ ആണ്, ഒരു ആർട്ട് ഡയറക്ടറാണ്, ഒരു മേക്കപ്പ് മാൻ ആണ്, ഒരുപാടുണ്ട്. നമ്മുടെ മേക്കപ്പ് ഇതിലെല്ലാം അറിവുണ്ടെന്നുള്ളതല്ല, ഈ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല പറയുമ്പം ഇയാൾക്ക് ഇതെല്ലാം അറിയാം, ഡയറക്ടർ അയാൾക്ക് ഇതെല്ലാം അറിയാന്ന് പറയും. ഇതെല്ലാം അറിയല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേക്കപ്പ് ഇട്ടേക്കണ ഒരു ക്യാരക്ടറിനെ ശശിയേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ ശശിയേട്ടൻ അത് വന്ന് ടച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അത് അങ്ങനെയാണത്. 1921 ദേവാസുരം, അങ്ങാടി, അങ്ങനെ സിനിമയുടെ ഒരു സമാന്തര സിനിമയ്ക്കൊപ്പം ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സിനിമയുടെ ഒരു കൊമേഴ്സ്യൽ വാല്യൂ, തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്ന വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ സ്ക്രീനിനുള്ളിലുള്ള സിനിമകൾ നിർമ്മിക്കുകയും മൃഗയെ പോലെയുള്ള ചില സിനിമകൾ, അത് നമ്മളിതിൽ പരാമർശിച്ച് പോകേണ്ടതുണ്ട്. എല്ലാ താരങ്ങളെയും അവരുടെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന ഒരുപാട് വേഷങ്ങൾ കൊടുത്തിട്ടുള്ള, സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അതിമനോഹരമായ പാട്ടുകളുള്ള സിനിമകൾ ഒരുക്കിയിട്ട് കാലത്തെ അതിജീവിക്കുന്ന ഒരുപാട് ചലച്ചിത്ര കാവ്യങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച ഒരു അതുല്യ സംവിധായകനാണ്. അങ്ങനെ മലയാളികൾ എന്നും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച IV ശശി എന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഈ എപ്പിസോഡിന്റെ ഇടയിൽ എപ്പോഴോ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നിരുന്ന് ചിന്തിക്കുമ്പോൾ അത്ഭുതമെന്ന് തോന്നുന്ന, കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഹ്രസ്വമായ സമയം കൊണ്ട് ഒരുപാട് മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ IV ശശി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. നമുക്ക് ആൽബം സെൻഡ് ചെയ്യാം. ഓർമ്മയിൽ നിന്നും IV ശശി എന്ന ഈ പരമ്പരയുടെ ഭാഗമായി അമൃത TVയുടെ ഭാഗത്തു നിന്നും വളരെ പ്രിയപ്പെട്ട സീമ ചേച്ചിക്ക് ഒരു ഉപഹാരം സംവിധായകൻ P. ചന്ദ്രകുമാർ സാർ സമർപ്പിക്കുന്നു.